നമസ്കാരം. ഇന്ത്യൻ യാത്രികർക്ക് ഇനി വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം നാട്ടിലെ പ്രധാന നഗരങ്ങൾ വഴി എളുപ്പത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് പറക്കാം. എയർ ഇന്ത്യ ഗ്രൂപ്പ്, ഇൻഡിഗോ, ആകാശ എയർ തുടങ്ങിയ ആഭ്യന്തര വിമാന കമ്പനികളിൽ ഇനി മുതൽ തടസ്സമില്ലാത്ത കണക്റ്റിംഗ് സർവീസുകൾ ലഭ്യമാകും. ഇതിനായി ദുബായ്, ദോഹ, അബുദാബി തുടങ്ങിയ വിദേശ ഹബ്ബുകളിൽ ഇറങ്ങി വിമാനം മാറിക്കയറേണ്ടി വരുന്ന മുൻകാല ബുദ്ധിമുട്ടുകൾക്കാണ് ഇതോടെ വിരാമമാകുന്നത്. ഇമിഗ്രേഷൻ, സെക്യൂരിറ്റി, കസ്റ്റംസ് പരിശോധനകളിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക നടപ്പിലാക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ പ്രവാസികളുടെയും വിദേശയാത്ര നടത്തുന്ന മറ്റ് യാത്രക്കാരുടെയും യാത്രാരീതികളിൽ വലിയൊരു വിപ്ലവത്തിനാണ് ഈ നീക്കം തുടക്കമിടുന്നത്. എയർ ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 2.5 കോടിയോളം ആളുകളാണ് ഇന്ത്യയിൽ നിന്നും തിരിച്ചും ദീർഘദൂര അന്താരാഷ്ട്ര യാത്രകൾ നടത്തുന്നത്. ഇതിൽ 2 കോടിയോളം പേരും കണക്റ്റിംഗ് ഫ്ലൈറ്റുകളെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ ഇതിൽ 85% ആളുകളും നിലവിൽ വിദേശ വിമാനത്താവളങ്ങൾ വഴിയാണ് യാത്ര ചെയ്യുന്നത്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഹബ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതോടെയും ആഭ്യന്തര കമ്പനികൾ ആഗോള ശൃംഖല ശക്തമാക്കുന്നതോടെയും ഈ വലിയ ബിസിനസ് ഇന്ത്യയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കപ്പെടും. ഈ പുതിയ പദ്ധതിയുടെ ഭാഗമായി എയർ ഇന്ത്യ തങ്ങളുടെ ആദ്യ ഈസി കണക്റ്റ് സർവീസിന് വാരാണസിയിൽ നിന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. തടസ്സങ്ങളില്ലാത്ത യാത്രാമാറ്റം ഉറപ്പാക്കുന്ന ഈ ആഭ്യന്തര കണക്റ്റിംഗ് സർവീസ് വാരാണസിക്ക് പുറമെ രാജ്യത്തെ മറ്റ് 10 പ്രമുഖ നഗരങ്ങളിലേക്ക് കൂടി എയർ ഇന്ത്യ വ്യാപിപ്പിക്കും. കൊച്ചി, മുംബൈ, ചെന്നൈ, അഹമ്മദാബാദ്, അമൃത്സർ, ഗുവാഹത്തി, ഹൈദരാബാദ്, ഗോവ, പാട്ന, വഡോദര, വിശാഖപട്ടണം എന്നിവിടങ്ങളിലാണ് അടുത്ത ഘട്ടത്തിൽ ഈ സൗകര്യം ലഭ്യമാകുക. വാരാണസിയിൽ നിന്നും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് എയർ ഇന്ത്യയുടെ ആദ്യ ഈസി കണക്റ്റ് സർവീസ് നടത്തിയത്. ഇതിലെ യാത്രക്കാർക്ക് ഡൽഹിയിൽ നിന്ന് ദുബായ്, കൊളംബോ, ജിദ്ദ, റിയാദ്, കാഠ്മണ്ഡു, ഫുക്കറ്റ് തുടങ്ങിയ അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിലേക്ക് നേരിട്ട് കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ ലഭ്യമാക്കിയിരുന്നു. ഒരൊറ്റ ടിക്കറ്റിൽ ലഗേജുകൾ വീണ്ടും ചെക്ക് ഇൻ ചെയ്യേണ്ടതില്ലാത്ത വിധമാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഈ പുതിയ പരിഷ്കാരത്തെ ഏറെ പ്രശംസിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ ഹബ് ആൻഡ് സ്പോക്ക് മാതൃക പൗരന്മാരുടെ യാത്രാരീതികളിൽ ചരിത്രപരമായ മാറ്റത്തിന് വഴിതെളിക്കും. ഇന്ത്യയിലെ ഏത് നഗരത്തിൽ താമസിക്കുന്ന ആളുകൾക്കും തങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അന്താരാഷ്ട്ര യാത്രകൾ ആരംഭിക്കാം. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും എളുപ്പത്തിലും ഇന്ത്യയുടെ സ്വന്തം വിമാനങ്ങളിൽ അവർക്ക് ലോകമെമ്പാടും സഞ്ചരിക്കാം എന്നും അദ്ദേഹം വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ യാത്രികർ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾക്ക് ഇതൊരു ശാശ്വത പരിഹാരമാകുമെന്ന് എയർ ഇന്ത്യയുടെ സ്ഥാനമൊഴിയുന്ന CEO ക്യാമ്പൽ വിൽസൺ പറയുന്നു. ആഗോള വ്യോമയാന മേഖലയിൽ ഇന്ത്യ ഇന്ന് വൻശക്തിയാണെങ്കിലും വിദേശയാത്ര നടത്തുന്ന ഭൂരിഭാഗം ഇന്ത്യക്കാരും വിദേശ വിമാനത്താവളങ്ങളെയാണ് ട്രാൻസിറ്റ് പോയിന്റുകളായി ആശ്രയിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇത് പലപ്പോഴും യാത്രക്കാരുടെ കംഫർട്ടിനെയും സൗകര്യത്തെയും ബാധിച്ചിരുന്നു. വാരാണസിയിലോ അമൃത്സറിലെയോ വിശാഖപട്ടണത്തിലെയോ ഉള്ള സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഇനി മുതൽ വിദേശങ്ങളിലെ അപരിചിതമായ വിമാനത്താവളങ്ങളിൽ ചെന്ന് അന്യഭാഷയും സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വരുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രധാന ഗുണം.